ഉറുമ്പ് കടിച്ചാലും തേള് കടിച്ചാലും പാറ്റ കടിച്ചാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും മനുഷ്യർക്ക്. അപ്പോൾ കൂട്ടമായി പാറ്റകൾ വന്ന് കടിച്ചാൽ പ്രശ്നം കൂടും. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണ്. അത്താഴം മുടങ്ങുമെന്നുള്ള കേട്ടിട്ടില്ലേ? പാമ്പ് കടിച്ചാൽ അത്താഴം മുടങ്ങുന്ന കഥ കേട്ടിട്ടില്ലേ? എന്തായാലും CJPക്ക് മുന്നിൽ BJP കീഴടങ്ങി. രണ്ടും JP ആണ്. കോക്രോച്ച് പാർട്ടിക്ക് മുന്നിൽ, ജനതാ പാർട്ടിക്ക് മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കീഴടങ്ങുന്ന കാഴ്ചയാണ് രാജ്യത്ത് കണ്ടത്. പക്ഷേ ഈ കീഴടങ്ങൽ നന്നായി എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ വളരെ ആദ്യം തന്നെ ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, രാഘവ് ചദ്ധ, അതായത് രാഘവേന്ദ്ര ചദ്ധ, നമ്മുടെ BJPയുടെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് ചേർന്നിട്ടുള്ള പഞ്ചാബിലെ യുവ നേതാവായിട്ടുള്ള ചദ്ധ വിദ്യാഭ്യാസ മന്ത്രിയാവുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്നും അല്ലെങ്കിൽ ഒഴിവാക്കുമെന്നും ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. ഒന്നുകിൽ രാജിവെക്കും അല്ലെങ്കിൽ ഒഴിവാക്കും. പക്ഷേ ഇപ്പോൾ അത് വളരെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് 3 മണിക്കായിരുന്നു രണ്ടാമത്തെ ചർച്ച വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ച അലസിപ്പിരിഞ്ഞു. ഇന്ന് 3 മണിക്ക് വീണ്ടും ചർച്ച വെച്ചിരുന്നു. അടുത്ത ദിവസങ്ങളിൽ പാർലമെൻറ്റ് മാർച്ച് CJP അനൗൺസ് ചെയ്തിരുന്നു. ഒരുപക്ഷെ പാർലമെൻറ്റ് മാർച്ച് നടന്നിരുന്നെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി മാർച്ച് ആകുമായിരുന്നു അത് ഞാൻ വളരെ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചും മുല്ലപ്പൂ വിപ്ലവത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇത് അപകടം പിടിച്ച പോക്കാണ്. കാരണം യുവത്വമാണ്, അവർക്ക് ലൈസൻസും പൊക്കറാണ്ടിയൊന്നും ഉള്ളവരല്ല. അവരെ ആഹ്വാനം ചെയ്താൽ അവരിളകും എന്ന് പറഞ്ഞു. കടന്തൽ കൂടടങ്ങും പോലെ യുവത്വം ഇളകും എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞു, നമ്മുടെ വീഡിയോ കണ്ടവരും അല്ലാത്തവരൊക്കെ പറഞ്ഞു, അതൊന്നുമല്ല, വിദ്യാർത്ഥി സമരമൊന്നുമല്ല, അങ്ങനെ വിദ്യാർത്ഥികളൊന്നും ഇളകത്തൊന്നുമില്ല, ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരമാണെന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. യുവത്വത്തെ ആ രീതിയിൽ കൈകാര്യം ചെയ്തേ കഴിയൂ. മോഹൻ ഭഗവത് ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു, ആജ്ഞയല്ല വേണ്ടത്, അനുസരിപ്പിക്കലല്ല വേണ്ടത്, കേൾക്കലാണ് വേണ്ടത്. യുവത്വം പറയുന്ന ശരി തെറ്റുകൾ കേൾക്കുകയാണ് വേണ്ടത്. അവരെ അനുസരിപ്പിക്കാനും ആജ്ഞ നടത്താനും അല്ല പോകേണ്ടത്. അവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് മോഹൻ ഭഗവത് കൂടി കൈവിട്ടപ്പോൾ, RSS കൈവിട്ടപ്പോൾ, സംഘപരിവാർ കൈവിട്ടപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് പിന്നെ ഒരു സാധ്യതയുമില്ലായിരുന്നു രാജിവെക്കലല്ലാതെ. കാരണം നാഗ്പൂരിൽ നിന്ന് കൈവിട്ടാൽ പിന്നെ ഒരു മന്ത്രിക്കും നിൽക്കാൻ ഇന്ത്യയിൽ BJP സംവിധാനത്തിൽ എളുപ്പമല്ല. അപ്പോൾ നാഗ്പൂരിൽ നിന്ന് കൈവിട്ടു എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കുട്ടികളെ കേൾക്കണം, കുട്ടികളെ ശാസിക്കുകയല്ല വേണ്ടത്, ആജ്ഞാപിക്കുകയല്ല വേണ്ടത്, കുട്ടികളെ കേട്ടേ മതിയാകൂ എന്ന് മോഹൻ ഭഗവത് പറഞ്ഞു. അത് അതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. ശരിക്കും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇനി എന്നാൽ ഇത് വളരെ നേരത്തെ നടക്കാമായിരുന്ന ഒരു കാര്യമാണ്. നേരത്തെ നടന്നെങ്കിൽ അതിനൊരു അന്തസ്സമുണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായി അദ്ദേഹത്തിന് മറ്റൊരു പോസ്റ്റ് എന്തെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. മന്ത്രിസഭ ഷഫിളിംഗ് കുറച്ച് നേരത്തെ നടത്തി ധർമ്മേന്ദ്ര പ്രധാനെ മറ്റൊരു പദവിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇനി പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ ഏതെങ്കിലും ഒരു മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ല. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഒന്നും ചെയ്തുമില്ല. അതാണ് ഒരു രക്തസാക്ഷിയെ കിട്ടി. ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ അപകടം നടന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് രാജിവെച്ചു എന്ന് പറഞ്ഞതുപോലെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയാം എന്നുള്ളതല്ലാതെ ശരിക്ക് കൈക്കൂലി വാങ്ങിയതും കൊടുത്തതും ഉദ്യോഗസ്ഥരും ജനങ്ങളുമാണ്. ജനങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാശ് കൊടുത്ത് വാങ്ങി, ഉദ്യോഗസ്ഥർ അത് ലീക്കാക്കി പുറത്തു കൊടുത്തു. ഇതിലൊന്നും ധർമ്മേന്ദ്ര പ്രധാന് 5 പൈസയുടെ ഇടപാടില്ല. അയാൾ അഴിമതിക്കാരനല്ല. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെയാണ്. എത്രയോ അഴിമതിക്കാരായ മന്ത്രിമാർ ഇന്ത്യയിൽ വാഴുന്നുണ്ട് പല പാർട്ടികളിലും. അപ്പോഴും അഴിമതിക്കാരനല്ലാത്തൊരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. കാരണം ഈ ധാർമ്മികത എന്ന് പറയുന്നത് അതൊരു വളരെ വലിയ വസ്തുതയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വളരെ വലിയ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അതിനകത്ത് വേറെ വർത്തമാനത്തിന് സ്കോപ്പില്ല. അദ്ദേഹം രാജിവെച്ചു. ഇനി അടുത്ത ആർക്കാണ് ഇതിൻ്റെ ചുമതലയെന്ന് നമുക്കറിയില്ല. അത് വളരെ താമസിയാതെ തന്നെ വരുമായിരിക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ്, RSSൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു
നേതാവിനെയാണ്, ധർമ്മേന്ദ്ര പ്രധാനെയാണ് മോദിക്ക് കൈവിടേണ്ടി വന്നത്. അത് ഈ ശരിക്കും വല്ലാത്തൊരു രാഷ്ട്രീയമായി പോയി അത് രാജിവെച്ചത്. തീർച്ചയായിട്ടും നല്ലതാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം. പക്ഷേ വിദ്യാർത്ഥികളെ തുടക്കത്തിൽ തന്നെ കേൾക്കണം എന്ന് ഞങ്ങളുടെ അഭിപ്രായമുണ്ടായിരുന്നു. ആ കേൾക്കേണ്ട ഒരു അവസരത്തിൽ കേൾക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. പക്ഷേ അത് നടന്നില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു പോസ്റ്റ് ഇന്ത്യയാകെ പടർന്നു, ഇന്ത്യൻ യുവത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചിട്ടില്ല. ധാർമ്മികത എന്ന പദത്തിന് രാമൻ്റെ രാജ്യത്തിൽ വലിയ പദവിയുണ്ട്, വലിയ പങ്കുണ്ട്. അല്ലാതെ ഇവിടെ ബാക്കി ആര് സമരം നയിച്ചു എന്നുള്ളതുമല്ല. ധാർമ്മികത എന്ന വാക്ക് ഉയർത്തിപ്പിടിച്ചപ്പോൾ, ആ ധാർമ്മികത എടുത്തുകൊണ്ട് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടായി എന്നുള്ളതും, അത് കേൾക്കാൻ ഒരു യുവസമൂഹം ഉണ്ടായി എന്നുള്ളതും ചെറിയ കാര്യമല്ല, വളരെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒടുവിൽ പുറത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ തമാശ. എന്തായാലും മാസങ്ങളുടെ പ്രശ്നമുണ്ട്. നീറ്റിൻ്റെ ക്രമക്കേടിലും ചോദ്യപേർച്ചയിലും അടക്കം ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന പാറ്റകൾക്ക് മുമ്പിൽ മുട്ടുമടക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കർഷക സമരം നടത്തിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, CA സമരം നടത്തിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വളരെ കൃത്യമായ വിദ്യാർത്ഥി പ്രക്ഷോഭമായതുകൊണ്ട് അതിനെ കൃത്യമായി അത് ചെയ്യാൻ, രാജിവെപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും ഉള്ള തീരുമാനമായിട്ടുണ്ട്. നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും CJPക്കാർ തയ്യാറായില്ല. അവർ കൃത്യമായിട്ട് കടുത്ത പ്രക്ഷേപത്തിലേക്കാണ് അവർ കടന്നത്. പ്രതിഷേധം പടരുകയും ചെയ്തു. ഇതിനിടയിലാണ് മന്ത്രി രാജിവെച്ചത്. CJP സമരം വിജയത്തിലാണ് എത്തി നിൽക്കുന്നത്. സമരം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രം നടപടികൾ ആരംഭിച്ചിരുന്നു. എന്തായാലും ഇതൊരു വലിയ ഒരു സൂചനയാണ് രാജ്യത്ത് നൽകുന്നത്. വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം എപ്പോഴാണോ പുതിയ ഉദയങ്ങൾ വരേണ്ടത്, അത് ആരുടെയെങ്കിലുമൊക്കെ പേരിൽ വരും എന്നുള്ളതാണ്. ഇത് അഭിജിത്ത് ദീപ്കയുടെയോ സോനം വാങ്ചുവിൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ പേരിൽ സമൂഹത്തിൽ ഉദയം ചെയ്യും എന്നുള്ള